നമ്മുടെ ഹൃദയം തകരാറിലായി എന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹൃദയരോഗ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ജനറലി നെഞ്ചുവേദനയാണ് ബ്ലോക്കിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയും പല കാരണങ്ങളാൽ ഉണ്ടാകാം. ടിപ്പിക്കലായിട്ട് പറയുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന എന്ന് പറയുന്നത് നടുനെഞ്ചിൽ 20 മിനിറ്റിനേക്കാളും കൂടുതൽ നിൽക്കുക, അത് ഇടത് കൈയിലേക്ക് വ്യാപിക്കുക, ആ സമയത്ത് വിയർപ്പുണ്ടാകുക, ഇതിനെയാണ് നമ്മൾ ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ, ഹാർട്ട് അറ്റാക്കിൻ്റെ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ഈ ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ എല്ലാവർക്കും വരണം എന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇതേപോലെ വരണം എന്നില്ല. ഡയബറ്റിസ് ഉള്ള രോഗികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷുഗറൊക്കെ ഒരുപാട് വർഷമായിട്ട് കൂടി ഞരമ്പൊക്കെ ഡാമേജ് ആയത് കാരണം വേദന തന്നെ അവർക്ക് അനുഭവപ്പെട്ടെന്ന് വരത്തില്ല, മറിച്ച് അവർക്ക് ഒരു ശ്വാസം മുട്ടലാകാം, അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭാരമാകാം. പിന്നെ മുതിർന്ന ആൾക്കാരിലാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള നെഞ്ചുവേദന ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം എന്താണ് എന്ന് എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ, മുതിർന്നവർ, ഷുഗർ ഉള്ളവർ, പിന്നെ സ്ത്രീകൾക്കൊന്നും ഈ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ വരാത്ത സ്ഥിതിക്ക് ഇതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നതിലും ഒരു തെറ്റുണ്ട്. കാരണം അല്ലാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് എല്ലാവരും ഗ്യാസാണ്, അസിഡിറ്റി ആണെന്ന് പറഞ്ഞ് ചികിത്സ തേടാതിരിക്കുകയും പിന്നെ വലിയ ഒരു അറ്റാക്ക് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടിയിട്ടാണ് രോഗി ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴത്തേക്കും അവരെ ആ വ്യക്തിയെ രക്ഷപ്പെടുത്താനോ പിന്നെ ബ്ലോക്ക് മാറ്റി ഹാർട്ടിനെ സംരക്ഷിക്കാനോ ഉള്ള ആ ഒരു വിൻഡോ പീരീഡ് നമുക്ക് ഓൾറെഡി നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം എന്താണെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇത്തരം ഏതൊരു ലക്ഷണമാണെങ്കിലും, അത് നെഞ്ചുവേദനയാകാം, ശ്വാസം മുട്ടലാകാം, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആണെങ്കിൽ ഒരു ECG എടുത്ത് അത് ബ്ലോക്കാണോ അറ്റാക്കാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു മെസ്സേജിനാണ് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം എന്നേ ഞാൻ എടുത്ത് പറയത്തുള്ളൂ. കാരണം ഈ സെൽഫ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഈ 2 സിംറ്റത്തിനെ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് ഇത് എന്താണെന്ന് നോക്കാൻ പോയാൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ വരും. ഈ എക്സസ് ഇൻഫർമേഷനിൽ എക്സ്പോസ്ഡ് ആകുന്നത് കാരണം തന്നെ പൊതുജനങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ തെറ്റായ ഒരു ദിക്കിലേക്ക് പോകാനുള്ളൊരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഏത് രീതിയിലുള്ള നെഞ്ചിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലും അത് ഗൗരവമായിട്ട് എടുത്ത് ECG നോക്കി അത് അറ്റാക്കാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്.